ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ലഹരിയുടെ വിപത്താണ്. ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മാനവരാശിയെ ഇല്ലാതാക്കും. അതേ സമയത്ത് ലഹരി, അതായത് മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള പദാർത്ഥങ്ങൾ ഏറ്റവും മാരകമായ ആപത്തായി മാറിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്, രോഗികളാകുന്നത് മദ്യ ഉപയോഗത്തിലൂടെ, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെയാണ്. ആപൽക്കരമായ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വിയന്നയിൽ ചേർന്ന ലോകരാജ്യങ്ങളുടെ സമ്മേളനം ഇതിനെതിരെ ലോകത്തെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തണം, ക്യാമ്പയിൻ നടത്തണം എന്ന് തീരുമാനിച്ചത്. കാരണം ഏറ്റവും വലിയ ആപത്ത്, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആപത്താണ് മദ്യവും മയക്കുമരുന്നും എല്ലാം ചേർന്ന ലഹരിയുടെ വിപത്ത്. നമ്മുടെ രാജ്യങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങൾ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിച്ചാലും, എന്തെല്ലാം ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായാലും അതെല്ലാം ഇല്ലാതാക്കാൻ ലഹരിക്ക് സാധിക്കും, ലഹരിയുടെ ഉപയോഗത്തിന് സാധിക്കും. മനുഷ്യരുടെ ആരോഗ്യം സമ്പൂർണമായി ഇല്ലാതാക്കും, മാനസികവും കായികവുമായ ആരോഗ്യം ഇല്ലാതാക്കും. കുട്ടികളെയും ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ജനസമൂഹത്തെ ആത്മഹത്യയിലേക്ക് നയിക്കും, ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കും. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. നമുക്കറിയാം, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപകമായ ഉപയോഗം വന്നതോടുകൂടി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപകമാകുന്നു. എന്തിനേറെ, സ്വന്തം കുടുംബങ്ങളിൽ പോലും സമാധാനമില്ലാത്ത അവസ്ഥ. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച, മാതാപിതാക്കളായി കുട്ടികളുടെ ബന്ധം, സഹോദരങ്ങളുമായി കുട്ടികളുടെ ബന്ധം, അതൊക്കെ ദുർബലമാകുന്നൊരു സാഹചര്യം, ശിഥിലമാകുന്ന സാഹചര്യം, കുടുംബ ഭദ്രത ഇല്ലാതാകുന്ന വല്ലാത്തൊരു സാഹചര്യം. അതുപോലെ തന്നെ റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യം. കൊട്ടേഷൻ, ഗുണ്ട, മാഫിയ സംഘങ്ങൾ വളർന്നു പെരുകുന്ന സാഹചര്യം. ചുരുക്കി പറഞ്ഞാൽ സാമൂഹ്യമായ അരാജകമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപകമായ ഉപയോഗം എത്തിക്കും എന്നുള്ളതാണ് അനുഭവത്തിലൂടെ നാം കണ്ടിട്ടുള്ളത്.
വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണിത്. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും രക്ഷിതാക്കൾ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും നൽകി നിങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കും. ജീവിതത്തിൻ്റെ വസന്തകാലമാണ് ഇത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഈ അവസരത്തിൽ അഭിവന്ദ്യനായ വികാരി ജനറൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്യബോധമുണ്ടാകണം, സ്ഥിരോത്സാഹമുണ്ടാകണം, ഭാവിയിൽ എന്താകണം എന്നതിനെ സംബന്ധിച്ച് ധാരണയുണ്ടാകണം. ഒരു സംശയവും വേണ്ട, നിങ്ങളിൽ പലരും ഭരണാധികാരികളാകും, പലരും അഭിഭാഷകരാകും, മറ്റു പലരും ബിഷഗ്വരന്മാരാകും, വേറെ ചിലർ സാമൂഹ്യ പ്രവർത്തകരാകും, സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് പോകും. ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിൽ പോയാലും സത്യം കൈവിടാതിരിക്കുക. മഹാത്മാഗാന്ധി ആവർത്തിച്ച് പറയാറുള്ളത്, എഴുതിയിട്ടുള്ളത് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിരിക്കും. സത്യമാണ് ഈശ്വരൻ, സത്യമാണ് ഈശ്വരൻ എന്ന ഉദാത്തമായ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നിർഭയമായി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തെ സർവതലത്തിലും മലിനമാക്കുന്ന, സമൂഹത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അപകടകാരിയായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ പെട്ടുപോകാതിരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ സത്യം ചെയ്യണം. ഇവിടെ അല്പസമയത്തിനുള്ളിൽ ശ്രീ പ്രസാദ് കുരുവിള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നുണ്ട്. നിങ്ങളത് ഏറ്റുപറയുകയാണ്. ആ ഏറ്റുപറയുന്നതോടുകൂടി ജീവിതത്തിൽ ഒരിക്കലും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ പിടിയിൽ നിങ്ങൾ ചെന്ന് വീഴില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ പ്രേരണയുണ്ടാകും, അല്ലെങ്കിൽ പുറമെയുള്ളവരുടെ പ്രേരണയുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളെ കരുക്കളാക്കി ലഹരി വ്യാപാരത്തിന് ശ്രമിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചു, കോഴിക്കോട്ട് ഒരു കൊച്ചു പെൺകുട്ടി, 7ാം ക്ലാസ്സിലോ 8ലോ പഠിക്കുന്നൊരു പെൺകുട്ടി മയക്കുമരുന്നിൻ്റെ കരിയറായി പ്രവർത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടിയെ കരുവാക്കി മാറ്റുകയായിരുന്നു ലഹരി മാഫിയ. അതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് വീഴാതിരിക്കണം. ഏത് സമയത്തും ചതിക്കുഴിയിൽ വീഴാം. ചതിക്കുഴിയിൽ നിങ്ങളെ വീഴ്ത്താൻ സാമൂഹ്യ രംഗത്ത് സമൂഹത്തിന് ദോഷകരമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആ ശക്തികൾ ശ്രമിക്കും. കുട്ടികളെ പലപ്പോഴും കരുക്കളാക്കാൻ നോക്കും. ഒരു കാരണവശാലും ആ തരത്തിലുള്ള ബാഹ്യ ശക്തികളുടെ പിടിയിൽ, ചതിയിൽ, സ്വാധീനത്തിൽ ചെന്നുപെടാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളിന്ന് ഏറ്റുപറയുന്ന സത്യം, അതനുസരിച്ച് ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല, മദ്യമോ മയക്കുമരുന്നോ നിങ്ങൾ ഉപയോഗിക്കില്ല തീരുമാനമെടുക്കണം. കാരണം ഈ വിപത്തിൽ ചെന്നുപെട്ടാൽ അതോടുകൂടി നമ്മുടെ ജീവിതം നാശത്തിലേക്ക് നീങ്ങുകയാണ്. ഒന്നും പ്രവർത്തിക്കാനാകില്ല.
പ്രവർത്തനക്ഷമത ഇല്ലാതാകും. നമുക്കറിയാം, മദ്യപാനിയായ ഒരാൾ, മയക്കുമരുന്നിന് അടിമയായ ഒരാൾ, അവർക്ക് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ടാകില്ല. അവർ അലസന്മാരായിരിക്കും, അവർ മടിയന്മാരായിരിക്കും. അവർക്ക് ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലത ഉണ്ടാകില്ല, പ്രവർത്തിക്കാൻ കാര്യക്ഷമതയുണ്ടാകില്ല. തന്നെയുമല്ല, അവരൊക്കെ ആരോഗ്യം നശിച്ച്, മാനസികവും കായികവുമായ ആരോഗ്യം നശിച്ച് സമൂഹത്തിന്, കുടുംബങ്ങൾക്ക് ബാധ്യതയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഇവിടെ ചേർന്ന ഈ സമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. ഇവിടെ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാകട്ടെ. ഒരു കാരണവശാലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കെണിയിൽ, ചതിയിൽ നിങ്ങൾ വീഴില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ സന്ദേശം അതാണ്. കുട്ടികളെ ബോധവാന്മാരാക്കുക, ജനങ്ങളെ ബോധവാന്മാരാക്കുക, ഈ ആപത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ പ്രേരിപ്പിക്കുക, ചെന്നു വീണിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തന്നെയുമല്ല, ഈ ദിനം നമ്മുടെ ഭരണാധികാരികൾക്ക്, അതാത് കാലങ്ങളിൽ അതാത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾക്ക് ശക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം എന്നുള്ളത് മദ്യത്തിൻ്റെ ലഭ്യത, മയക്കുമരുന്നിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഇതൊക്കെ കേവലം ഒരു വഴിപാട് പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ലഹരി വിരുദ്ധ ദിനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സർക്കാർ തന്നെ മുൻകൈ എടുക്കും. സർക്കാർ പലപ്പോഴും പറയുന്നത് ലഹരി എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് മാത്രമാണ്. മദ്യത്തെക്കുറിച്ച്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മദ്യത്തിൻ്റെ ആപൽക്കരമായ സ്വാധീനത്തെക്കുറിച്ച് കാര്യമായ പരാമർശം ഉണ്ടാകാറില്ല. ജനങ്ങളെ രക്ഷിക്കേണ്ട മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഭ്യത ഇല്ലാതാക്കാൻ പ്രവർത്തിക്കേണ്ട ഭരണകൂടങ്ങൾ, ആ ചുമതല, അവരിൽ അർപ്പിതമായ ആ ചുമതല, ഭരണഘടനാപരമായ ചുമതല, ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം, മദ്യവിപത്തിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മദ്യത്തിൻ്റെ ലഭ്യതയും പ്രാപ്യതയും ഇല്ലാതാക്കുക. ലഭ്യത, അവൈലബിലിറ്റി, പ്രാപ്യത, എഫോർഡബിലിറ്റി ഇല്ലാതാക്കുക. നിർഭാഗ്യവശാൽ മദ്യവ്യാപനം, അതിൻ്റെ വക്താക്കളായി, പ്രചാരകരായി പോകുന്നത് ഇത് തടയാൻ ബാധ്യതപ്പെട്ട ഭരണകൂടങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഭരണകൂടങ്ങൾ അവരുടെ ചുമതല നിറവേറ്റുന്നില്ല. നമ്മുടെ ഭരണഘടനയുടെ അന്തസത്ത, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതിൻ്റെ 47-ാം അനുച്ഛേദം വളരെ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ അതെല്ലാം മറക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് അധികാരത്തിൽ വരുന്നവർ, തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ സമീപിക്കുന്നവർ മദ്യത്തിൻ്റെ വിപത്തിനെക്കുറിച്ച്, മയക്കുമരുന്നിൻ്റെ ആപത്തിനെക്കുറിച്ച് വിശദമായി പറയാറുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ നിർബന്ധമായും മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. മദ്യം സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ട്
മദ്യവിപത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ പ്രാപ്തമായ നയങ്ങളും നടപടികളുമായിരിക്കും തങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യുക എന്ന് ജനങ്ങളോട് ഉറപ്പ് നൽകി അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ തന്നെ അതിനെല്ലാം ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടങ്ങൾ ആ ചുമതല നിറവേറ്റുന്നില്ല. ഈ കാര്യത്തിൽ സജീവമായി ഇടപെടാൻ ബാധ്യതയുള്ള കാരണം ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെ ജുഡീഷ്യറിയുടെ ഇടപെടൽ നാം പ്രതീക്ഷിക്കുന്നു. നിർഭാഗ്യവശാൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ രക്ഷിക്കേണ്ട ഭരണകൂടം, ജനങ്ങൾക്ക് പരിരക്ഷ നൽകേണ്ട ജുഡീഷ്യറി അവരുടെ ഉത്തരവാദിത്വങ്ങൾ അതേ രീതിയിൽ അർപ്പിതമായ രീതിയിൽ നിറവേറ്റാതെ വരുന്ന സാഹചര്യത്തിൽ പൗരന്മാരുടെ ചുമതല, പൗരന്മാരുടെ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുത്തേ മതിയാകൂ. നമ്മുടെ രക്ഷകർ നാം തന്നെയാണ്. നമ്മെ രക്ഷിക്കാൻ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും അതിൻ്റെ കെടുതിയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട അധികാരി സമൂഹം ആ ചുമതല ഫലപ്രദമായി നിറവേറ്റുന്നില്ല എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെയും കാത്തിരിക്കരുത്, ആർക്കു വേണ്ടിയും കാത്തിരിക്കരുത്. നമ്മെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ വരും എന്ന തെറ്റായ ധാരണയിൽ മുന്നോട്ട് പോകാതെ നമ്മുടെ രക്ഷയ്ക്ക് നാം തന്നെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്നേ ദിവസം ഇവിടെ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ, പ്രസാദ് കുരുവിള ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ, അതിൻ്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിയെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആ വിപൽക്കരമായ ആ കെടുതിയിൽ, ആ ചതിക്കുഴിയിൽ ചെന്നു വീഴാതെ സ്വയം രക്ഷിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക, സമൂഹത്തെ രക്ഷിക്കുക. അതുവഴി സ്വസ്ഥത നിലനിൽക്കുന്ന, സമാധാനം നിലനിൽക്കുന്ന, പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു നല്ല സമൂഹമായി മാറാൻ നമുക്കെല്ലാം സാധിക്കട്ടെ, നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ. നിങ്ങളുടെ തലമുറ വളരെയേറെ സ്വപ്നങ്ങളുമായി വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള നിങ്ങളുടെ തലമുറ തീർച്ചയായും ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്നേ ദിവസം നിങ്ങളെടുക്കുന്ന പ്രതിജ്ഞ ജീവിതത്തിലുടനീളം അതിൻ്റെ അന്തസത്ത വെച്ചു പുലർത്തി മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലാ രൂപത മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായും ബോധ്യമുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഓർക്കുന്നു, തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്ന മദ്യവിരുദ്ധ, ലഹരി വിരുദ്ധ പ്രവർത്തകരുടെ ഒരു വലിയ മുന്നേറ്റം, ഒരു വലിയ പ്രക്ഷോഭ യാത്ര. ആ യാത്രയിൽ പാലാ രൂപതയുടെ അഭിവന്യ പിതാവ് പങ്കെടുത്തതും ആവേശകരമായി സംസാരിച്ചതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അഭിവന്യനായ സൂസപ്പാക്യം പിതാവ്, അഭിവന്യനായ പാലായിലെ പിതാവ്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പിതാവ്, നമ്മുടെ പാളയം ഇമാം, ഗുരുരത്ന സ്വാമികൾ എന്നു വേണ്ട അഭിവന്യരായ ആധ്യാത്മിക നേതാക്കളും കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാർ ഉൾപ്പെടെ ഗാന്ധിയൻ തലമുറയിലെ പ്രധാനപ്പെട്ട നിരവധി പേർ പങ്കെടുത്ത ആ സമരാഗ്നിയാത്ര ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു.
അതുകൊണ്ട് പാലാ രൂപതയുടെ ആ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആധ്യാത്മിക രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ വിപത്തുകളിൽ ചെന്നു വീഴാതെ തലമുറകളെ കാത്തുസൂക്ഷിക്കുന്ന ആ കരുതൽ, അതെല്ലാം തികഞ്ഞ മതിപ്പോടുകൂടി കാണുന്ന എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഇന്നേ ദിവസം ഇവിടെ എത്തി നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പാലാ രൂപതയുടെ ഈ ലഹരിക്കെതിരായിട്ടുള്ള, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി എന്നെന്നും മുന്നോട്ട് പോകും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.